ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻകോർപ്പറേഷൻ എൻട്രീസ് ആയിരുന്നു. അതിൻ്റെ ഒരു തിയറി ആസ്പെക്ട് മാത്രമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ ഒരു ഇല്ലസ്ട്രേഷൻ ചെയ്യാണ്. ഇത്തരം എൻട്രീസ് എങ്ങനെയാണ് ഹെഡ് ഓഫീസിന്റെ ബുക്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The Lucknow branch of Kolkata Chemicals Limited sends the following trial balance to Kolkata on 31st December 2024. Prepare trading and profit and loss account, head office account and balance sheet in the books of branch. അപ്പോൾ ആദ്യം നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ബുക്സ് ഓഫ് ബ്രാഞ്ചിന്റെ ബുക്സിൽ ട്രേഡിംഗ് അക്കൗണ്ടും പി&ലും അതുപോലെ ഹെഡ് ഓഫീസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, branch account in the books of head office after incorporating trial balance. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് 9,000 ആയിരുന്നു. അതുപോലെ തന്നെ ഇൻകോർപ്പറേഷൻ എൻട്രീസ് പാസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ട്രയൽ ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റവും തന്നിട്ടുണ്ട്, ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റവും തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതുപോലെ അഡ്ജസ്റ്റ്മെന്റിലുള്ള ഈ കാര്യം നല്ലപോലെ ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ നമ്മൾ ഇതിന്റെ എൻട്രി എന്നുള്ള ലെവലിൽ ആലോചിക്കുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസുകളെല്ലാം സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റം സെലക്ട് ചെയ്യുക. അതിൽ ഒന്നാമത്തെ ഐറ്റമാണ് ക്ലോസിംഗ് സ്റ്റോക്ക്, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. പിന്നെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡിലാണ്. ഗുഡ്സ് ഫ്രം കൊൽക്കത്ത, ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പർച്ചേസിനെ പോലെ കാണേണ്ട ഒരു കാര്യമാണത്. ഓക്കെ, ബ്രാഞ്ച് ഒന്നെങ്കിൽ എന്ത് ചെയ്യും, പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യും, അല്ലെങ്കിൽ ഹെഡ് ഓഫീസിൽ നിന്ന് പർച്ചേസ് ചെയ്യും. ഹെഡ് ഓഫീസിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് ഗുഡ്സ് ഫ്രം കൊൽക്കത്ത എന്ന് പറയുന്നത്. അപ്പൊ ഇത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരണം, പർച്ചേസും ഡെബിറ്റ് സൈഡിൽ വരണം. ഇത് സെയിൽസ് റിട്ടേൺ ആണ്. ഇത് സെയിൽസ് എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതി. റിട്ടേൺ ഇൻവേർഡ്സ് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ആണ്. പിന്നെ കാരേജ് എന്ന് പറയുന്നത് എന്താണ്, കാരേജ് ഇൻവേർഡ് ആണ്. അത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന. റിട്ടേൺ ടു കൊൽക്കത്ത എന്ന് പറയുമ്പോൾ ഈ ഗുഡ്സ് ഗുഡ്സ് ഫ്രം കൊൽക്കത്ത കിട്ടിയതിന് എന്ത് ചെയ്താണ്, റിട്ടേൺ വന്നിട്ടുള്ളതാണ്, അത് കുറക്കും വേണം. ഇത്രയും കാര്യങ്ങളാണ്. സെയിൽസ് സ്വാഭാവികമായിട്ടും ക്രെഡിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. ഇതൊക്കെ നമ്മൾ സാധാരണ +1 മുതൽ പഠിച്ചു തുടങ്ങിയ ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ അതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമുക്ക് നോക്കാം അത് എവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ ഇത്രയും ഐറ്റംസ് വരണം. ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുത്തു, ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ഇട്ടു, പർച്ചേസസ് ഇട്ടു, ഗുഡ്സ് ഫ്രം കൊൽക്കത്ത ഹെഡ് ഓഫീസ് വന്നിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യണം, റിട്ടേൺ കുറക്കണം. അങ്ങനെ 49,600 വന്നു. ദെൻ കാരേജ് ഇൻവേർഡിന്റെ ഡീറ്റെയിൽ കൊടുത്തു. സെയിൽസ് റിട്ടേൺ കുറച്ചിട്ട് 86,000. ദെൻ ലാസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത് അഡ്ജസ്റ്റ്മെന്റ് എടുത്തതാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമുക്ക് എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. 95,000 ഇത് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തു, കണ്ടെത്തി. ഇതിലിപ്പോ ഇൻകോർപ്പറേഷൻ എൻട്രീസ് എന്താ വേണ്ടോ, ഇത്രയും കാര്യങ്ങൾ ഗ്രോസ് പ്രോഫിറ്റ് ഇല്ല, ഇത്രയും കാര്യങ്ങൾ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഡെബിറ്റ് ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രി വേണം. ഇത്രയും കാര്യങ്ങൾ ക്രെഡിറ്റിൽ വരണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. റിട്ടേൺസ് എന്ന് പറഞ്ഞ ഇതെന്താണ്, ക്രെഡിറ്റ് ഐറ്റം ആണ്. ഇത് ഡെബിറ്റ് സൈഡിൽ വരാൻ കാരണം നമ്മൾ കുറച്ചിട്ടത് കൊണ്ടാണ്. ഇത് യഥാർത്ഥത്തിൽ ക്രെഡിറ്റ് ആയിട്ടാണ്. അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ എന്താണ്, ഡെബിറ്റ് ഐറ്റം ആണ്. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് ആ രീതിയിലാണ് ഇതിന് എന്ത് ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്. ഡെബിറ്റ് സൈഡിൽ ലെസ് ചെയ്ത അതിനർത്ഥം ക്രെഡിറ്റ് ആയിട്ടാണ്. അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെബിറ്റ് ആയിട്ടാണെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾ ട്രയൽ ബാലൻസ് എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇത് ഏത് സൈഡിലാണുള്ളത്, ഡെബിറ്റ് സൈഡിലാണുള്ളത്. ഈ ഒരു എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണുള്ളത് ട്രയൽ ബാലൻസിലെ. പിന്നെ ഗ്രോസ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇനി എൻട്രി വരുമ്പോൾ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്രോസ് പ്രോഫിറ്റ് എന്ത് ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഓൺ ചെയ്തത് എന്ത് വേണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗിലേക്ക് വരണ്ടേ, ആ എമൗണ്ട് എന്ത് ചെയ്തു, കൊടുത്തു. ഇനി നമ്മൾ പി&എൽ അക്കൗണ്ടിലേക്ക് പോവാണ്. അതിന് ഏതൊക്കെ ഐറ്റംസ് നോക്കാം. പി&എല്ലിന്റെ ഡെബിറ്റിലും ക്രെഡിറ്റിലുള്ള ഐറ്റംസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഈ ഗ്രീൻ കളറിൽ കൊടുത്തതാണ് ഐറ്റംസ്. സാലറി ഡെബിറ്റ് സൈഡ് ആണ്, ജനറൽ എക്സ്പെൻസ് ഡെബിറ്റ് ആണ്, റെന്റ് ഇതാണ്, ബാഡ് ഡെറ്റ്സ് ഡെബിറ്റ് ആണ്. പിന്നെ അതിന് ശേഷമുള്ളത് അലവൻസ്, ഇതും എന്താണ്, ഡെബിറ്റ് സൈഡ് ആണ്. ക്രെഡിറ്റ് സൈഡിൽ ഐറ്റംസ് ഒന്നുമില്ല. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ബാലൻസ് മാത്രമേ ക്രെഡിറ്റ് സൈഡിലുള്ളൂ. ഇത്രയും ഐറ്റംസുകൾ നമുക്ക് കൊണ്ടുവരണം. ഗ്രോസ് പ്രോഫിറ്റ് ഇങ്ങോട്ട് എടുത്തു. ഇനി ഓരോ ഐറ്റംസ് അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക. ഇത്രയും വന്നു. ഇനി നമ്മൾ ടോട്ടൽ ചെയ്യാം.
സ്വാഭാവികമായിട്ടും ഈ സൈഡാണ് കൂടുതൽ, ഏത് ക്രെഡിറ്റ് സൈഡ്. അത് ടോട്ടൽ ചെയ്തു, അതേ എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഇട്ടു. ഡിഫറൻസ് എമൗണ്ട് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആണ്. ഇത് ഹെഡ് ഓഫീസ്, പിന്നെ ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിലേക്ക്, അതായത് ക്യാപിറ്റൽ അക്കൗണ്ട്, ബ്രാഞ്ചിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതാ? ഹെഡ് ഓഫീസ് അക്കൗണ്ട് ആണ്. ഹെഡ് ഓഫീസ് അക്കൗണ്ടിലേക്ക് ഇത് എന്ത് ചെയ്യണം? പോകണം. അപ്പൊ ഹെഡ് ഓഫീസ് അക്കൗണ്ടിന്റെ അവസ്ഥ എന്താ? ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് എന്തുണ്ട്? ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ ട്രയൽ ബാലൻസിലായിട്ട് അനുസരിച്ച് 5150 രൂപയുടെ ബാലൻസ് ഉണ്ട്. P&L നിന്ന് കൊണ്ടുവരുന്ന 17,350 ഇത് രണ്ടും കൂടെ കൂട്ടിയ എമൗണ്ട് ആണ് ഹെഡ് ഓഫീസിൽ ഉണ്ടാവുക. അത് ബാലൻസ് ക്യാരിഡ് എന്ന് പറഞ്ഞിട്ട് ആ ടോട്ടൽ ഇട്ടിട്ട് ബാലൻസ് ക്ലോസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഒന്ന് നോക്കാം. ഇതാണ്, ഇത് ട്രയൽ ബാലൻസിലുള്ള എമൗണ്ട് ആണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് വന്നതാണ്. അങ്ങനെ ടോട്ടൽ ചെയ്തു. ഈ സംഖ്യ നമ്മൾ ബാലൻസിങ് ഫിഗർ ആയിട്ട് ഇവിടെ കൊടുത്തു. ഓക്കെ, എന്നിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് ട്രയൽ ബാലൻസിന്റെ ഹെഡ് ഓഫീസ് അക്കൗണ്ടിന്റെ അവസ്ഥ. ഇനി എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് ഐറ്റത്തിലേക്ക് പോകണം. എന്തൊക്കെയാണ് ബാലൻസ് ഷീറ്റിൽ ഐറ്റം? ഒന്ന് ഫർണിച്ചർ ആണ്, രണ്ടാമത്തെ എന്താണ്? സൺഡ്രി ഡെറ്റേഴ്സ് ആണ്, ബാങ്ക് ബാലൻസ് ആണ്. ഇതൊക്കെ അസറ്റ് അല്ലേ? ഇത്രയും അസറ്റുകൾ ഉണ്ട്. പിന്നെ അതിന് പുറമെ ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു അസറ്റ് ആണ്. അത് നല്ലപോലെ ശ്രദ്ധിക്കുക. ട്രയൽ ബാലൻസിൽ ഉണ്ടാവില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് അസറ്റ് സൈഡിൽ വരണം. ഓക്കെ, അത് നല്ലപോലെ മനസ്സിലുണ്ടാവുക. പിന്നെന്താണ് അസറ്റ് സൈഡിൽ വേണ്ടത്? ബിൽസ് റെസീവബിൾ, ഇതും അസറ്റ് സൈഡിലുള്ളതാ. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഹെഡ് ഓഫീസ് ഉണ്ട്. ഹെഡ് ഓഫീസിന്റെ ഈ എമൗണ്ട് എടുത്താൽ പോരാ, പ്രോഫിറ്റും കൂടി കൊണ്ടുവന്ന ഹെഡ് ഓഫീസിന്റെ പുതിയൊരു എമൗണ്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, 21,000 സംതിങ്. അതാണ് കൊണ്ടുവരേണ്ടത്. ഈ ബാലൻസ് കൊണ്ടുവന്നാൽ പോരാ, അത് നല്ലപോലെ മനസ്സിലുണ്ടാവുക. സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ ക്യാപിറ്റലിലേക്ക് എന്താ ആഡ് ചെയ്യുക? നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യൂലേ? അതാണ് ഹെഡ് ഓഫീസ്. ബ്രാഞ്ചിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസ് ആണ്. അത് ശരിക്കും ക്യാപിറ്റൽ ആണ്, അത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊന്ന് ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുവരാം. ഓരോ അസറ്റുകൾ നമ്മൾ കൊണ്ടുവന്നു. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കാൻ മറന്നു പോകരുത്, അത് ബാലൻസ് ഷീറ്റിൽ അസറ്റിൽ വരേണ്ടതാണ്. എന്തായാലും ഇത് ടോട്ടൽ ചെയ്തു, ഹെഡ് ഓഫീസ് അക്കൗണ്ട് കൊടുത്തു, ക്രെഡിറ്റേഴ്സും കൊടുത്തു, ഓട്ടോമാറ്റിക്കലി ഇതും ടാലിയായി. ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻകോർപ്പറേഷൻ എൻട്രീസ് വേണം. ഇൻകോർപ്പറേഷൻ എൻട്രീസ് എന്തൊക്കെ? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് റെക്കോർഡ് ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ് റെക്കോർഡ് ചെയ്യുക, പിന്നെ ഗ്രോസ് പ്രോഫിറ്റ് P&L ട്രാൻസ്ഫർ ചെയ്യുക, പിന്നെ P&L ഡെബിറ്റ് സൈഡ് ഐറ്റം കൊടുക്കുക. P&L ക്രെഡിറ്റ് സൈഡ് ഐറ്റം കൊടുക്കണം, പക്ഷേ P&L ക്രെഡിറ്റ് സൈഡിൽ വേറെ ഐറ്റംസ് ഒന്നുമില്ല, ഈ ഗ്രോസ് പ്രോഫിറ്റ് വന്നത് മാത്രമേ ഉള്ളൂ. അവൻ ഒന്നും കൊടുക്കണ്ട. പിന്നെ നെറ്റ് പ്രോഫിറ്റ്, ജനറൽ നെറ്റ് പ്രോഫിറ്റിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ അസറ്റ്സും ലയബിലിറ്റീസും എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. ഇത്രയും എൻട്രീസ് ആണ് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം എന്താണ്? ഡേറ്റ്. ഇതെന്താ? ക്ലോസിംഗ് ഡേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം ക്ലോസിംഗിലല്ലേ ഇൻകോർപ്പറേഷൻ നടത്തുന്നത്. ഓക്കെ, നോക്കാം. ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് അറ്റ് ടു ടോട്ടൽ എമൗണ്ട്. ഈ ടോട്ടൽ എമൗണ്ട് എവിടെ നിന്ന് കിട്ടിയ? ഈ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഗുഡ്സ് ലെസ് റിട്ടേൺ, ഓക്കെ, അതുപോലെ തന്നെ കാരേജ്, ഇത്രയും കാര്യങ്ങളാണ്. ഗുഡ്സ് ലെസ് റിട്ടേൺ എടുത്താൽ മതി. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ എമൗണ്ട് ഡെബിറ്റ് സൈഡിലുള്ള എല്ലാം എടുത്തു. ഇനി ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് ലെസ് റിട്ടേണും പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കും ആണ് ഉള്ളത്. അപ്പൊ ആ എമൗണ്ടിന്റെ ടോട്ടൽ ഇവിടെ എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? ഗ്രോസ് പ്രോഫിറ്റിന്റെ ബാലൻസ് എത്രയുള്ളത് അത് ട്രാൻസ്ഫർ ചെയ്യണം. സ്വാഭാവികമായിട്ടും ഈ എമൗണ്ട് നിന്ന് ഈ എമൗണ്ട് കുറഞ്ഞ എമൗണ്ട് ആണ് എന്ത് ചെയ്യുക? ഗ്രോസ് പ്രോഫിറ്റിന്റെ ബാലൻസ് ഉണ്ടാവുക. അത് നമ്മൾ ബ്രാഞ്ച് P&L ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ഇത്രയും എൻട്രീസ് ആണ് നമുക്ക് എടുക്കാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? P&L എൻട്രീസ് ട്രാൻസ്ഫർ ചെയ്യണം. അതിന് P&L ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസുകൾ ടോട്ടൽ ചെയ്തിട്ട് അതെന്ത് ചെയ്യുക? എങ്ങോട്ട് കൊണ്ടുവരിക? ലക്നോ ബ്രാഞ്ചിന്റെ അക്കൗണ്ടിലേക്ക് സാലറി, ജനറൽ എക്സ്പെൻസ്, റെന്റ്, ബാഡ് ഡെറ്റ്സ്, അലവൻസ്, ഇത്രയും കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഇനി P&L ക്രെഡിറ്റ് സൈഡിൽ ഒന്നുമില്ല, ആകെ എന്താ ഉള്ളത്? ഗ്രോസ് പ്രോഫിറ്റ്. അത് ഓൾറെഡി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് എൻട്രി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ബ്രാഞ്ച് P&L അക്കൗണ്ട് ടു എവിടേക്ക് പോവാ? ജനറൽ P&L അക്കൗണ്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അത് എന്താണ്? ബ്രാഞ്ച് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്ത. ഇനി എല്ലാ അസറ്റുകളും എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. അതിന്റെ എൻട്രിയാണ് ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് ടു ലക്നോ ബ്രാഞ്ച്. ഈ അടുത്തതാണ് എല്ലാ ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ലയബിലിറ്റി ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ കൊടുക്കാൻ പാടില്ല. അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ക്യാപിറ്റൽ ആയിട്ടുള്ള ബ്രാഞ്ചിന്റെ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഉണ്ടല്ലോ, ഇതിന്റെ ബാലൻസ് ഇവിടെ കൊടുക്കാൻ പാടില്ല. അത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ഓഫ് ചെയ്ത് വരുന്ന രീതിയിൽ ഉണ്ടാവും. അതുകൊണ്ട് അതെന്ത് ചെയ്യാം? 5000 എന്ന് കൊടുത്തിട്ടാൽ മതി. ഇത് നല്ലപോലെ ശ്രദ്ധിക്കുക. അതെന്തേ ഉള്ളൂ? സാലറിയോ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസോ അങ്ങനെ എന്തോ ഒരു എമൗണ്ട്, ക്രെഡിറ്റേഴ്സ് അതൊന്ന് ഇങ്ങനെ ഒരു എമൗണ്ട് ഉണ്ട് ട്രയൽ നമ്മളെ ബാലൻസ് ഷീറ്റിൽ. ആ ഐറ്റം ആണ് കൊടുത്തിട്ടുള്ളത്. ഹെഡ് ഓഫീസ് കൊടുക്കാതെ ഓട്ടോമാറ്റിക്കലി അത് റെഡി ആയി വരും. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, ലക്നോ ബ്രാഞ്ചിന്റെ അക്കൗണ്ട് ഹെഡ് ഓഫീസിൽ ഉണ്ടാവുന്ന എൻട്രി ആണ്. നോക്കുക, ഓപ്പണിംഗ് ബാലൻസ്, ട്രയൽ ബാലൻസിലുള്ള എമൗണ്ട്. ഇതെന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞത് ഇത് ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടൽ ബാലൻസ് ആ. ഇത് ലയബിലിറ്റി ആണ് ടോട്ടൽ. ഓക്കെ,
ഇനി ബ്രാഞ്ച് പി എന്താണ്? ബ്രാഞ്ചിന്റെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് ആണ്. പി ആൻഡ് എല്ലിന്റെ ഡെബിറ്റ് ബാലൻസ് ആണ്. ബ്രാഞ്ച് അസറ്റും ഇങ്ങനെ വന്നു. ഓട്ടോമാറ്റിക് ഇത് ടാലി ആവും. ഓക്കെ. ഇനി അല്ലാതെ എന്ത് കൂടെ കൊണ്ടുവരണ്ട? ഈ എമൗണ്ട് ഹെഡ് ഓഫീസിന്റെ ഡിഫറൻസ് എമൗണ്ട് ഉണ്ടല്ലോ, ബ്രാഞ്ച് അക്കൗണ്ടിന്റെ എമൗണ്ട് കൊണ്ടുവരണ്ട. കാരണം എന്താ വെച്ചാൽ 51,50 17 ചില്ലറ എമൗണ്ട് നെറ്റ് പ്രോഫിറ്റ് കൊണ്ടുവന്നില്ലേ, അത് ഓട്ടോമാറ്റിക്കലി അസറ്റും ലയബിലിറ്റിയും ഇൻകോർപ്പറേറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട്. അത് റെഡിയായി ഓട്ടോമാറ്റിക്കലി സെറ്റ് ഓഫ് ആവും. നമ്മൾ അതിന് എക്സ്ട്രാ എഫേർട്ട് എടുക്കണം. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് അനുസരിച്ച് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? അബ്രിഡ്ജ് മെത്തേഡിൽ ചെയ്ത് നോക്കാം. ഇതിലൊന്നുമില്ല, ആകെ നമ്മളെ ജേണൽ എൻട്രീസിൽ 3 ജേണൽ എൻട്രി ഇട്ടാൽ മതി. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി, രണ്ടാമത് അസറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രി, പിന്നെ ലയബിലിറ്റി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രി. ഇത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ നേരത്തെ എഴുതി അതേ ജേണൽ എൻട്രി. ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി, ഞങ്ങൾക്ക് മനസ്സിലാവും. സെയിം ജേണൽ എൻട്രി ആണ്. നെറ്റ് പ്രോഫിറ്റ് മാത്രം ഇട്ടു, പിന്നെ അസറ്റ് ഇത്രയും കൊടുത്തു. ഇത്രയാണ് ഇതിലുള്ള ജേണൽ എൻട്രി. അസറ്റ് കൊടുത്തു, ലയബിലിറ്റി കൊടുത്തു. നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം ജേണൽ എൻട്രി ആയതുകൊണ്ടാണ് അതിലേക്ക് പോവാത്തത്. ഓക്കെ. അപ്പൊ ഇതോടുകൂടി ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിൽ നമുക്ക് ആകെ ഡിസ്കസ് ചെയ്യാനുള്ളത് ബ്രാഞ്ചിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രീസും അതിന്റെ ഒരു പ്രോബ്ലം ആണ്. ഓക്കെ. അപ്പൊ തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.